നമസ്കാരം. കർണാടക അടക്കം കോൺഗ്രസിന്റെ കയ്യിൽ വെച്ചുകൊടുത്ത രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് സുനിൽ കനഗുലു. പലതവണ മാധ്യമങ്ങൾ പാടി പുകഴ്ത്തിയ ഒരു വ്യക്തിത്വം. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗുലു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്ത്രമൊരുക്കാൻ ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും. കാരണം രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും വലിയ പങ്ക് ഈ തെരഞ്ഞെടുപ്പുകളിൽ വഹിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളോ ജനങ്ങളോ അല്ല എന്നത് യാഥാർത്ഥ്യമാണ്. മറിച്ച് അതെല്ലാം തന്നെ ചില ഏജൻസികളാണ്. ആ ഏജൻസികൾ തന്നെയാണ് തന്ത്രം ഒരുക്കുന്നതും എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ടത്, എന്തൊക്കെയായിരിക്കണം പോസ്റ്ററിലെ മുദ്രാവാക്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഏജൻസികൾ എല്ലാ പാർട്ടിക്കുള്ളിലും വലിയ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയായിരുന്നു കർണാടകത്തിലും മറ്റും കോൺഗ്രസ് നേടിയ വലിയ വിജയം. അതിന് പിന്നിലുണ്ടായിരുന്ന സുനിൽ കനഗുലുവിനെ കുറിച്ച് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും ആ സുനിൽ കനഗുലു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ ഒരുക്കാതെ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കുമ്പോൾ അത് അവർക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായി വിലയിരുത്തുന്നതും ഇത് തന്നെയാണ്. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് അവർക്കില്ല എന്നത് തന്നെ. ഹിന്ദി ഹൃദയഭൂമിയിലെ തോൽവി കോൺഗ്രസിന്റെ സഖ്യത്തിൽ ദുർബലമാക്കിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യവുമാണ്. സുനിൽ കനഗുലു ഇപ്പോൾ മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളുടെ ചുമതല മാത്രമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം അദ്ദേഹത്തെ ഒതുക്കിയിട്ടുമുണ്ട്. നമുക്കറിയാം രാജസ്ഥാനിലടക്കം കനഗുലു മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ പോയതാണ് ഗലോട്ടും മറ്റും ചെയ്ത ഒരു തെറ്റ് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ആ സമയത്ത് അശോക് ഗലോട്ടിന് നേരെ വാളെടുക്കാനും പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾ മറന്നിരുന്നില്ല. ഇത് തന്നെയായിരുന്നു മധ്യപ്രദേശിലും ഉണ്ടായിരുന്നത്. അതായത് മുതിർന്ന നേതാക്കളായ ചൗഹാനും ഗലോട്ടും മറ്റും സുനിൽ കനഗുലു പറഞ്ഞത് കേട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നത് പരാജയ കാരണമായി തന്നെ പാർട്ടിക്കുള്ളിൽ വിലയിരുത്തപ്പെട്ട കാര്യങ്ങളാണ്. അതേ തന്ത്രം തന്നെ പയറ്റിക്കൊണ്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന വലിയ ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തെ ഇപ്പോൾ മഹാരാഷ്ട്ര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലേക്ക് മാത്രം ചുരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധ ഉപദേശം ഇല്ലാതെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി മത്സരത്തിൽ ഇറങ്ങുന്നത്. സീറ്റ് വിഭജന ചർച്ചകളെ അടക്കം ഇത് കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലോക്സഭാ സീറ്റുകളെ കുറിച്ചുള്ള ഡാറ്റകളൊന്നും തന്നെ കോൺഗ്രസിന് ലഭ്യമല്ല എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ധനപ്രതിസന്ധിയും കോൺഗ്രസിനെ കാര്യമായി തന്നെ അലട്ടുന്നുണ്ട്. അങ്ങനെ അവർക്ക് നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണ തുടർച്ച നൽകിയ, അല്ലെങ്കിൽ ഭരണം നേടാൻ സഹായിച്ച സുനിൽ കനഗുലു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. നമുക്കറിയാം UP-യിലടക്കം ഇതിന്റെ ഒരു പ്രതിസന്ധി വളരെ രൂക്ഷമായി തന്നെ പ്രതിഫലിക്കും. പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവും സഖ്യത്തിന് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വിജയ സാധ്യതയുള്ള സീറ്റുകളുടെ പട്ടിക നൽകാൻ പറഞ്ഞിട്ട് ഇതുവരേക്കും അത് സമർപ്പിക്കാൻ പോലും കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്, എവിടെ നിന്ന് തുടങ്ങണം, ഏതുവഴി പോകണം എന്ന ഒരു രൂപരേഖയില്ലാതെ നട്ടം തിരിയുകയാണ് കോൺഗ്രസ് പാർട്ടി. അഖിലേഷ് യാദവ് ആവട്ടെ കാര്യങ്ങൾ വേഗത്തിൽ നീക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UP-യിലും മറ്റും അവിടെ അവർക്ക് ഒരു ആധിപത്യം ലഭിച്ചിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ ഈ ഒരു വലിയ പ്രതിസന്ധി, അതായത് ഒരു വിദഗ്ധ ഉപദേശമില്ലാതെ, ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ഇല്ലാതെ ഇത്ര വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കോൺഗ്രസ് നേരിടുമെന്ന വലിയ ചോദ്യം കൂടി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് VCT മലയാളം.